ഫ്രണ്ട്സ് ഇതൊരു 2000 മോഡൽ സ്പ്ലെൻഡറാണ്. അപ്പോൾ അതിൽ ഓൾറെഡി ഒരു പൾസറിൻ്റെ ഡിസ്ക് സെറ്റിൽ ഒരു NSൻ്റെ പ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിലവിൽ അവരതിന് കാലിപ്പർ സ്റ്റേ അടിച്ചിട്ടില്ല. അപ്പോൾ ആ ഒരു കാലിപ്പർ സ്റ്റേ അടിക്കാനായിട്ടാണ് നമ്മുടെ കയ്യിൽ കൊണ്ടുവന്നത്. ഈ ഒരു കാലിപ്പർ സ്റ്റേ എന്ന് പറഞ്ഞാൽ പൾസർ 220യുടെ ബാക്കിൽ വരുന്ന കാലിപ്പർ സ്റ്റേ ആണ്. അപ്പോൾ 2 കാലിപ്പർ സ്റ്റേ ആണിത്. അപ്പോൾ ആ ഒരു കാലിപ്പർ സ്റ്റേൻ്റെ ടോപ്പ് 2 നമ്മൾ കട്ട് ചെയ്തിട്ടാണ് നമ്മൾ വേറെ ഒരു ഒറ്റ സ്റ്റേ ആക്കിയിട്ട് ഫുള്ളായിട്ട് ആ ഒരു പീസിനെ ഒരൊറ്റ മെറ്റലാക്കി എടുത്ത് വെൽഡ് ചെയ്ത് പെയിൻ്റ് എടുത്താണ്. അപ്പോൾ ഈ ഒരു കാലിപ്പർ സ്റ്റേ ആണ് നമ്മൾ യൂസ് ചെയ്യാൻ പോണത്. ഫ്രണ്ട്സ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു 2000 മോഡൽ സ്പ്ലെൻഡറാണ്. ഒരു 80% മോഡിഫൈ ചെയ്ത വണ്ടിയാണ്. അപ്പോൾ നിലവിൽ എൻ്റെ കയ്യിൽ തന്ന ഇതിൻ്റെ ഒരു ഡിസ്ക് സെറ്റിൻ്റെ ഒരു ബാക്കി വർക്കിന് വേണ്ടി തന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ക്യാച്ചർ പ്ലേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് കൊടുത്താണ്. അപ്പോൾ പാർട്ടി തന്നെ ഇതിൻ്റെ ബാക്കി ഫുൾ സാധനങ്ങളൊക്കെ അവരുടെ നാട്ടിൽ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിലവിൽ ഡിസ്ക് പ്ലേറ്റ് വരെ അവർ സെറ്റ് ചെയ്ത് കൊണ്ടുവന്നതാണ്. അപ്പോൾ അതിനൊരു കാലിപ്പർ സ്റ്റേ അടിച്ച് തരണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അടുത്ത് കൊണ്ടുവന്നതാണ്. അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ വണ്ടിയിൽ ബാക്കി എന്തൊക്കെ വർക്കുകൾ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ ഫുള്ളായിട്ട് ടോട്ടലായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് ഇതിലിപ്പോൾ ഈ ഒരു വണ്ടിയിൽ ചെയ്തേക്കണത് ഡിസ്ക് NS200ൻ്റെ ഡിസ്ക്കാണ് ചെയ്തേക്കണത്. അതൊരു ഹാഫ് ഹബ് നമ്മൾ ചെയ്തേക്കണത് അലുമിനിയം അലോയ് വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു ഹാഫ് ഹബ് ഉണ്ടാക്കിയെടുത്തേക്കണത്. ഈ ഒരു അലങ്കി ബോൾട്ട് യൂസ് ചെയ്തേക്കണത് FZൻ്റെ അലങ്കി ബോൾട്ടാണിത്. ചെറിയ ലെങ്ത് വ്യത്യാസമുണ്ട്, നമ്മളത് കട്ട് ചെയ്ത് ലെവൽ ചെയ്താണ്. അത് ഓരോരുത്തർ ഡിസ്ക് ചെയ്യുന്നതനുസരിച്ച് ചിലപ്പോൾ കട്ട് ചെയ്യേണ്ടി വരില്ല. ചിലത് ഈ ഒരു ഹാഫ് ഹബിൻ്റെ ഒരു വലിപ്പത്തിനനുസരിച്ചിരിക്കും അത്. അതുപോലെ യൂസ് ചെയ്തേക്കുന്ന ടയർ 275/18ൻ്റെ മോട്ടോഡിയിൽ വരുന്ന ഒരു ടയറാണ്. ഫ്രണ്ട് ടയർ തന്നെയാണ്. അത്യാവശ്യം നല്ല കട്ടിങ് കാര്യങ്ങളൊക്കെ ഉള്ള നല്ല ലുക്ക് തരുന്ന ഒരു ടയറാണ്. അതുപോലെ തന്നെ മഡ് ഗാർഡ് യൂസ് ചെയ്തേക്കുന്നത് ട്വിസ്റ്ററിൻ്റെ മഡ് ഗാർഡാണ്. അതിൽ ഉള്ളിൽ ക്ലാമ്പെല്ലാം ബെൻഡ് ചെയ്തിട്ട് കറക്റ്റ് പ്രോപ്പറായി വൃത്തിയിൽ ആണ് ചെയ്തേക്കുന്നത്. അതിൽ സ്ക്രൂവും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയുള്ള പ്ലേറ്റ് ചെയ്ത സ്ക്രൂവാണ് ചെയ്തേക്കുന്നത്. അതുപോലെ ഹെഡ്ലൈറ്റിൻ്റെ സെക്ഷനിലേക്ക് വരുമ്പോൾ യൂറോൺ ഹെഡ്ലൈറ്റാണ് ചെയ്തേക്കുന്നത്. അതിൽ ചെറിയൊരു കൂളിംഗ് അടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഉള്ളിലൊരു DRL വെച്ചിട്ടുണ്ട്. അപ്പോൾ DRL വർക്ക് ചെയ്യാൻ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഈ ഒരു സിംഗിൾ എഫക്റ്റ് മാത്രമാണ് ഈ ഒരു DRL കൊടുത്തേക്കുന്നത്. വേറെ ഒരുപാട് മോഡ്സും കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം നല്ല വൃത്തിക്ക് തന്നെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് വരുന്നത് ഇൻഡിക്കേറ്ററാണ്. ഇൻഡിക്കേറ്റർ ഷെഡിൻ്റെ ഇൻഡിക്കേറ്ററാണ് ചെയ്തേക്കുന്നത്. 4 ഷെഡിൻ്റെ ഇൻഡിക്കേറ്റർ തന്നെയാണ്. അതിലൊരു ഹസാർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഹസാർഡ് 16-18 പാറ്റേണൊക്കെ വരുന്ന ഹസാർഡാണ് സെറ്റ് ചെയ്തത്. അതുപോലെ ആ ഒരു മീറ്ററിൻ്റെ സെക്ഷനിലേക്ക് വരുമ്പോൾ സ്പ്ലെൻഡർ പ്രോൻ്റെ മീറ്ററാണ് ചെയ്തേക്കുന്നത്. ഡയറക്റ്റ് ഫിറ്റാണ്. അതിൽ വലിയ ആൾട്രേഷനും കാര്യങ്ങളൊന്നും വേണ്ട. പ്രോൻ്റെ ഒരു മീറ്ററാണ് സെറ്റ് ചെയ്തേക്കുന്നത്. വണ്ടി 2000 മോഡൽ സ്പ്ലെൻഡറാണ്. സെറ്റ് ചെയ്തേക്കുന്ന മീറ്റർ പ്രോൻ്റെയാണെന്ന് മാത്രം. വേറെ ഫിറ്റിങ്സിലൊന്നും മാറ്റമൊന്നുമില്ല. സ്റ്റോക്ക് ഫിറ്റിങ്ങിൽ തന്നെ. അതുപോലെ ഹാൻഡിൽ സെക്ഷനിലേക്ക് വരുമ്പോൾ ഷോർട്ട് ബാർ ഹാൻഡിൽ വൈറ്റ് പെയിൻറ്റ് ചെയ്ത് നല്ല വൃത്തിക്ക് പെയിൻറ്റ് ചെയ്ത ഒരു ഹാൻഡിൽ ബാറാണ് സെറ്റ് ചെയ്തേക്കുന്നത്. മൊത്തത്തിൽ ചെയ്ത വർക്കുകളെല്ലാം നല്ല വൃത്തിയുണ്ട്. വണ്ടി
വൃത്തിയോടെ കാര്യങ്ങളൊന്നും ഇല്ല, നല്ല നീറ്റായിട്ട് തന്നെയാണ് ചെയ്തേക്കുന്നത്. ഹാൻഡിൽ ഒരു വൈറ്റ് പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഹാൻഡിൽ 2 സ്വിച്ചുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ആ ഒരു DRLൻ്റെ സ്വിച്ചും, അതുപോലെ തന്നെ ഇത് വന്നിട്ട് ആ ഒരു ഇൻഡിക്കേറ്ററിലേക്ക് ഹസാർഡ് സെറ്റ് ചെയ്തതിൻ്റെ ഒരു സ്വിച്ചാണ് ഇതിൽ കാണുന്നത്. അതുപോലെ തന്നെ മാസ് സിലിണ്ടർ ബ്രംബോൻ്റെ ആ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള റിസർവയറുള്ള ആ ഒരു ബ്രംബോൻ്റെ മാസ് സിലിണ്ടർ സെറ്റ് ചെയ്യുന്നത്. അതുപോലെ ക്ലച്ച് സൈഡ് നോർമൽ തന്നെയാണിത്, ഹൈഡ്രോളിക് അല്ല, ജസ്റ്റ് ഒരു ഡമ്മി ആ ഒരു റിസർവയർ വെച്ചു എന്ന് മാത്രം. ഫ്യൂച്ചറിൽ അത് ചിലപ്പോൾ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചായിരിക്കും, അറിയില്ല. നിലവിൽ ഈ ഒരു നോർമൽ ടൈപ്പ് മെക്കാനിക്കൽ ടൈപ്പ് ക്ലച്ച് ലിവർ തന്നെയാണ് വെച്ചേക്കുന്നത്. അതുപോലെ ഡൊമിനാൻ്റെ ഒരു ത്രോട്ടിൽ ചെയ്തിട്ടുണ്ട്, നല്ല വൃത്തിക്ക് വർക്ക് ചെയ്യുന്നുണ്ട്, വലിയ ടൈറ്റോ കാര്യങ്ങളില്ല. ക്വിക്ക് ത്രോട്ടിലിൻ്റെ ചില വണ്ടികളിൽ ഞാൻ കണ്ടിട്ടുണ്ട് ചെറിയ ടൈറ്റോ കാര്യങ്ങളോ അങ്ങനെ. നെക്സ്റ്റ് ഈ ഒരു ക്രാഷ് കാർഡാണ്. ക്രാഷ് കാർഡ് RX-ൻ്റെ ക്രാഷ് കാർഡാണ് ചെയ്തേക്കുന്നത്. സ്റ്റോക്ക് ഫിറ്റിങ്ങിലല്ല, വേറൊരു ബോൾട്ട് വെൽഡ് ചെയ്തിട്ട് അതിലേക്കാണ് സെറ്റ് ചെയ്തേക്കണം. അപ്പോൾ വെൽഡ് ചെയ്ത ഭാഗമൊക്കെ നല്ല പ്രോപ്പറായിട്ട് പ്ലേറ്റ് ചെയ്ത് നല്ല ബോൾട്ടും കാര്യങ്ങളും യൂസ് ചെയ്തേക്കണം. അത് താഴെ വരുമ്പോൾ ഒരു ഇരുമ്പിൻ്റെ പട്ട അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്ത് വെൽഡ് ചെയ്തിട്ട് അതിൽ സെൻറ്ററിലൊരു ബോൾട്ടിട്ടാണ് ചെയ്തേക്കുന്നത്. ക്രാഷ് കാർഡിൻ്റെ കേസ് ഇങ്ങനെയാണ്. അടുത്ത അണ്ടർബെല്ലിയാണ്, RX-ൻ്റെ അണ്ടർബെല്ലിയാണ്. അതും ചേസിലേക്ക് ക്ലാമ്പ് വെൽഡ് ചെയ്ത് പിടിപ്പിച്ച് 4 ഭാഗത്ത് ഫിറ്റിങ്സ് വരുന്ന രീതിയിലാണ് ചെയ്തേക്കുന്നത്. കറക്റ്റ് പ്രോപ്പറായിട്ടുള്ളൊരു സ്ഥലത്ത് തന്നെ ആയിരിക്കണം. വണ്ടി ഇന്നർ ഹൈറ്റ് കൂട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു, നമുക്ക് പുറമേ കാണുന്നില്ല. ഇന്നർ ഹൈറ്റ് കൂട്ടിയിട്ടുണ്ട്, ഒരു 2.5 ഇഞ്ചോളം ഹൈറ്റ് വന്നിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ഫ്രണ്ട് അത്യാവശ്യം ഹൈറ്റും കാര്യങ്ങളുണ്ട്, അത് അണ്ടർബെല്ലിയിലേക്ക് ടച്ച് ചെയ്യണമെന്നില്ല. പ്രോപ്പറായിട്ടുള്ള ഒരു ഗ്യാപ്പും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് വണ്ടിയുടെ എഞ്ചിൻ ഭാഗത്തേക്ക് വരുമ്പോൾ ഫുള്ളി റീസ്റ്റോർ ചെയ്ത വണ്ടിയാണ്, എഞ്ചിൻ്റെ ഭാഗം ക്ലിയറാണ്. അതുപോലെ പെയിൻറ്റിങ്ങിൻ്റെ സെക്ഷനിലേക്ക് വരുമ്പോൾ വലിയ കുഴപ്പമില്ലാത്ത പെയിൻറ്റിങ്ങാണ്, ഒരു ആവറേജ് അത്യാവശ്യം നല്ല പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. വണ്ടിയുടെ സ്റ്റോക്ക് സ്റ്റിക്കർ തന്നെയാണ് യൂസ് ചെയ്തേക്കുന്നത്, ആ ഒരു ഹീറോൻ്റെ ലേബലും കാര്യങ്ങളും. അതുപോലെ തന്നെ ഓണറിൻ്റെ ഒരു ഇൻസ്റ്റാഡിയും താഴെ കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ പുള്ളിക്കാരൻ്റെ ഹെൽമെറ്റിൻ്റെ ആണെന്ന് തോന്നുന്നു, എക്സോർ എന്ന് പറഞ്ഞിട്ട് ഒരു ഹെൽമെറ്റിൻ്റെ ലോഗോ ഒട്ടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കിലേക്ക് വരുമ്പോൾ വണ്ടിയിൽ ഫിനിക്സിൻ്റെ ഒരു സസ്പെൻഷൻ യൂസ് ചെയ്തിട്ടുണ്ട്. അതിൽ വേറെ കളർ ചേഞ്ചോ കാര്യങ്ങളൊന്നുമില്ല, സ്റ്റോക്ക് വരുന്ന കളർ തന്നെയാണ് യൂസ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ഫുഡ് റെസ്റ്റിൻ്റെ ഒരു കേസ് വരുമ്പോൾ FZ-ന് റിയർ വരുന്ന 4 ഫുഡ് റെസ്റ്റാണ് യൂസ് ചെയ്തേക്കുന്നത്. ഡയറക്റ്റ് ഫിറ്റാണ്, ഫോൾഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ബാക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റുന്നില്ല. ബാക്ക് ഫോൾഡ് ചെയ്യാൻ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൈഡൊന്ന് ഗ്രൈൻഡ് ചെയ്ത് വിട്ടാൽ മതി, അത് പ്രോപ്പറായി വർക്ക് ചെയ്യും. നിലവിൽ അത് ഗ്രൈൻഡ് ചെയ്തിട്ടില്ല, ഡയറക്റ്റ് കയറ്റി വിട്ടാണ്, അതൊന്നും ഫോൾഡ് ചെയ്യാൻ പറ്റാത്തത്. ഇങ്ങനെ ഫോൾഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ വണ്ടി നമ്മുടെ കയ്യിൽ നിന്ന് മറിയുകയെന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഈ സാധനം പൊട്ടിപ്പോവും, അങ്ങനെ ഫോൾഡ് ചെയ്യാൻ പറ്റാത്ത കാരണം. അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്, അത് ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് വിട്ടാൽ മതി, ആ ഒരു പ്രശ്നം റെഡിയാവും. അതുപോലെ തന്നെ സൈലൻസർ സെക്ഷനിലേക്ക് വരുമ്പോൾ പഴയ മോഡൽ സൈലൻസറാണ്, Euro 1 ആണ്. Euro 1 ഇപ്പോൾ പുതിയ മോഡൽ ഇറങ്ങുന്ന ടൈപ്പൊന്നുമല്ല, Euro 1 തന്നെയാണ്. അതിൻ്റെ ഒരു ഗാർഡും കാര്യങ്ങളും മിസ്സായിട്ടുണ്ട്, അവരത് വെക്കാത്തതാണോ എന്നറിയില്ല, ഒരു ഗാർഡ് മിസ്സായിട്ടുണ്ട്. അത്യാവശ്യം നല്ല വൃത്തിയുള്ള സൈലൻസറാണ്, നല്ല രീതിയിലുള്ള സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. സൗണ്ട് ഞാൻ ജസ്റ്റ് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്ന ടൈമിൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ വണ്ടിയുടെ ആ ഒരു റിയർ സൈഡിലേക്ക് വരുമ്പോൾ ബാക്ക് 16 ഇഞ്ച് മണ്ടാപ്പിൻ്റെ ഒരു റിമ്മാണ് യൂസ് ചെയ്തേക്കുന്നത്. 850 900 രൂപയുടെ അടുത്ത് ഒരു റിമ്മിന് വരുന്നുണ്ട്. അതുപോലെ തന്നെ മോട്ടോഡിയുടെ 16 ഇഞ്ച് 325/16 ടയറാണ് ബാക്കിൽ യൂസ് ചെയ്തേക്കുന്നത്. അത്യാവശ്യം നല്ല ഒരു ഫിനിക്സിൻ്റെ ഷോക്ക് ഇട്ടാരണം അതിൻ്റെ ഒരു ഹൈറ്റും കാര്യങ്ങളും നല്ല വൃത്തിയുണ്ട് കാണാൻ. അതുപോലെ തന്നെ ഈ ഒരു ബാക്കിൽ ഈ ഒരു കാരിയർ അപ്ലൈസ് ചെയ്തിട്ടുണ്ട്, കാണാൻ നല്ല വൃത്തിയും കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ബാക്കിലേക്ക് വരുമ്പോൾ ടൈൽ ലാമ്പ് യൂസ് ചെയ്തേക്കുന്നത് Euro 1-ൻ്റെ ടൈൽ ലാമ്പ് തന്നെയാണ് യൂസ് ചെയ്തേക്കുന്നത്. അതുപോലെ ഈ റിയർ സൈഡിൽ ഈ ഒരു നമ്പർ പ്ലേറ്റ്, ഒരു ഫൈബറിൻ്റെ കാർഡും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു നമ്പർ പ്ലേറ്റാണ് യൂസ് ചെയ്തത്, നല്ല വൃത്തിയും കാര്യങ്ങളുണ്ട്. അതുപോലെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ നമ്പർ പ്ലേറ്റ് ഒന്നും ചെയ്തിട്ടില്ല, സ്റ്റോക്ക് തന്നെയാണ് നമ്പർ പ്ലേറ്റ്. അത്യാവശ്യം നല്ല കാണാൻ നല്ല വൃത്തിയുള്ള ഒരു ഫോണ്ടിലാണ് ആ നമ്പറൊക്കെ അടിച്ചേക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വണ്ടിയുടെ ഗിയർ ലിവറും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല, അതൊക്കെ സ്റ്റോക്ക് തന്നെ. വണ്ടിയുടെ ഒരു സീറ്റൊക്കെ നല്ല വൃത്തിയിൽ ഷേപ്പിൽ അടിച്ചെടുത്തിട്ടുണ്ട്. ഒരു ഈ ഒരു സീറ്റ് നല്ല വൃത്തിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. ഒരു ഈ ഒരു സ്റ്റിച്ചിങ് കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയുണ്ട് കാണാൻ. അപ്പോഴത്തേക്കും നല്ല സീറ്റ് കുഷനിയൊന്നും കുഴപ്പമില്ല, അത്തിച്ചിരിക്കാനൊക്കെ നല്ല കംഫർട്ടാണ് വണ്ടിയിൽ. അപ്പോൾ ഇതൊക്കെയാണ് വണ്ടിയിൽ ചെയ്തിട്ടുള്ളത്. ഏകദേശം 32,000 രൂപയോളം ചിലവാക്കിയിട്ട് പണിയെടുത്ത വണ്ടിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ്. വണ്ടിയുടെ ഫുള്ളൊരു ഡീറ്റെയിൽ തന്നിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുടെ കമൻറ്റ് ചെയ്യുക. വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ചെയ്യുന്ന അടുത്ത വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.